ഇപ്പോൾ വി വസീഫ് കൂടി ചേരുകയാണ്. വസീഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് അഭിഭാഷകൻ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന് മാറ്റിയെന്ന ലീഗ് നേതാക്കളുടെ വാദം അത് തെറ്റെന്നൊരു വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അതുവരെ പറഞ്ഞിട്ടുള്ള ന്യായീകരണങ്ങളൊന്നും വിലപ്പോകില്ല എന്നതുകൂടിയാണ് മനസ്സിലാക്കേണ്ടത്. വസീഫ, മുസ്ലിം ലീഗിന്റെ നേതൃത്വം എന്താണ് എന്നുള്ളത് ഓരോ ദിവസവും അവർ തന്നെ തെളിയിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ നേരത്തെ തന്നെ പറയുന്നുണ്ട്, മുസ്ലിം ലീഗിലെ ചില നേതാക്കന്മാർ അവര് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവരുടെ കൂട്ടമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ലാഭം മാത്രമാണ്, അധികാരക്കൊതിയാണ്. അതിനാരുമായിട്ട് അവർ കൂട്ടുകൂടും. അതിന് RSS എന്നോ SDPI എന്നോ ജമാഅത്തെ ഇസ്ലാമി എന്നോ ഒരു വ്യത്യാസവും മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിനില്ല. എന്നാൽ ഈ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തെ വിശ്വസിച്ച് നിൽക്കുന്ന പാവപ്പെട്ട അവരുടെ പ്രവർത്തകരുണ്ട്. ആ പ്രവർത്തകർക്ക് ഇത് എത്രമാത്രം പ്രയാസമുണ്ടാകും എന്നുള്ളൊരു ചിന്ത പോലും ഇവർക്കില്ല. ഇവർ പറയുന്നത് അതുപോലെ വിഴുങ്ങിക്കൊള്ളും എന്നുള്ളത് കൊണ്ടാണ് ഇവർ കള്ളം പറഞ്ഞ് ഒരു ജനതയാകെ വഞ്ചിക്കാൻ ശ്രമിച്ചത്. അതാണല്ലോ അവർ എത്ര വൃത്തികെട്ട രീതിയിലാണ് അവർ നുണ പറഞ്ഞത് എന്നുള്ളത് ബോധ്യപ്പെടുകയല്ലേ. അവർ പറയുകയാണ് ഞങ്ങൾ അത് പിൻവലിച്ചു എന്നുള്ളത്. പിൻവലിക്കുന്നതിന് മുമ്പ് അവർ പറഞ്ഞത് ഇത് ഞങ്ങളല്ല, ഇത് CPIM-ന്റെ അനുഭാവിയായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ചെയ്ത പണിയാണ് എന്ന് പറഞ്ഞു പോലും ഇവര് പ്രചരണം നടത്തി, മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ. അവസാനം അവര് തന്നെ അത് പിൻവലിക്കുന്ന ഒരു പോസ്റ്റ് ഇട്ടു. അവരതിനെ കുറിച്ച് അത് പറഞ്ഞു, പത്രക്കാരോട് പറഞ്ഞു ഞങ്ങൾ അത് പിൻവലിച്ചു എന്നുള്ളത്. ഇപ്പോ നമ്മൾ മനസ്സിലാക്കുന്നത് കൈരളി പുറത്ത് കൊണ്ടുവന്ന വാർത്തയിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അത് പിൻവലിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അവർ ഈ നാട്ടിലെ സാധാരണക്കാരായ മുസ്ലിം ലീഗ് പ്രവർത്തകരെ ഉൾപ്പെടെ ഈ ചില നേതാക്കന്മാർ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത്. ഒരു വശത്ത് RSS, മറുവശത്ത് ജമാഅത്തെ ഇസ്ലാമിയും SDPI പോലെയുള്ള സംഘടനകൾ. എന്നിട്ട് ഇവരെ ഒരുമിച്ച് കൂട്ടിയോജിപ്പിച്ച് എങ്ങനെ രാഷ്ട്രീയ ലാഭം നേടാം, എങ്ങനെ അധികാരം നേടാം എന്നുള്ള ആലോചനയാണ് ഇവർ നടത്തുന്നത്. തീർച്ചയായിട്ടും ഇത് ഈ നാട്ടിലെ ജനങ്ങൾ ചോദ്യം ചെയ്യും. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ അവരുടെ നേതാക്കന്മാരുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്ന ഒരു സമയമുണ്ടാകും. ആ ഒരു അവസരത്തിലേക്കാണ് ഇത് പോകുന്നത് എന്നുള്ളതാണ്. RSSുമായിട്ടുള്ള വലിയ ബന്ധം, അവിഹിത ബന്ധം ഇവർക്കുണ്ട് എന്ന് കൂടുതൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ കൃഷ്ണരാജ് വക്കീലിനെ കുറിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിഞ്ഞൂടെ? എത്രമാത്രം വർഗീയത പറയുന്ന, എത്രമാത്രം വിദ്വേഷം വമിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തെയാണ് ഹൈക്കോടതിയിൽ ഇവർ നിയമിച്ചിരിക്കുന്നത്. എന്നിട്ട് അത് ജനം അറിഞ്ഞപ്പോ അത് മറ്റു പലരുടെയും തലയിലിടാൻ നോക്കി. അവസാനം അവര് അത് പിൻവലിച്ചു എന്ന് പറഞ്ഞു. ഇപ്പോ ഇതാ വ്യക്തമാകുന്നത് അത് പിൻവലിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ മനസ്സിലാകേണ്ടത് ഇവരുടെ മുമ്പിൽ ഈ മുസ്ലിം ലീഗിന്റെ മുമ്പിൽ മറ്റൊരു അജണ്ടയുമില്ല, രാഷ്ട്രീയ ലാഭമാണ്. അതിനുവേണ്ടി ആരുമായി കൂട്ടുകൂടും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വലിയ പ്രതിഷേധം ഇത് മുസ്ലിം ലീഗിന്റെ അകത്തു നിന്ന് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. വസീഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ CPM-നെതിരെ തിരിക്കാനുള്ള നീക്കമൊക്കെ ഈ ഒരു വിഷയം ഉണ്ടായ സമയത്ത് നടന്നിട്ടുണ്ട്. ഇത്തരത്തിൽ മുസ്ലിം ലീഗിന്റെ പച്ചക്കള്ളം തന്നെയാണ് ഇവിടെ പൊളിയുന്നത് എന്നതുകൂടിയുണ്ട്. വസീഫ് സൂചിപ്പിച്ച മറ്റൊരു കാര്യമെന്ന് പറയുന്നത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു പാർട്ടിയായി മുസ്ലിം ലീഗ് മാറുന്നു എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലേ വസീഫ്? തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് തന്നെ നമുക്ക് നോക്കാം. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് എന്ന് മാറ്റി വെച്ചാൽ മുസ്ലിം സമുദായത്തിൽ ഒരു വിഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ നേതാക്കളുടെ കേന്ദ്രമാണ്. അതിന്റെ തറവാടാണ് പാണക്കാട് തറവാട്. ആ പാണക്കാട് തറവാടിനെ അപമാനിക്കുകയും അപഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത കോൺഗ്രസിന്റെ ഒരു നേതാവിനെ, ആ നേതാവിന് വേണ്ടി വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് അവരിവിടെ ഇറങ്ങുകയാണ്. അവിടെ തന്നെ ഈ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് വലിയ ആക്ഷേപമുണ്ട്. അവർ ഇതെല്ലാം ഒഴിവാക്കി. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടേതും ഇതുപോലെ തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം അവർ ഇപ്പോ പിൻവലിച്ചു എന്ന് പറഞ്ഞപ്പോ ചാനൽ ചർച്ചകളിൽ ഇരുന്ന് യൂത്ത് ലീഗിന്റെയും മുസ്ലിം ലീഗിന്റെയും ഒക്കെ നേതാക്കന്മാർ പറയുന്നത് VD സതീശൻ പറഞ്ഞത് ശരി തന്നെ എന്നുള്ള നിലക്ക. അതിന്റെ അർത്ഥം എന്താ? ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ നിലപാടുകൾക്കല്ല ഇവര് പ്രാമുഖ്യം കൊടുക്കുന്നത്, വില കൽപ്പിക്കുന്നത്. ഇവരുടെ രാഷ്ട്രീയ താല്പര്യം, അധികാര കൊതിക്കാണ് ഈ നേതാക്കന്മാർ താല്പര്യം കാണിക്കുന്നത് എന്നുള്ളതാണ്.